മറ്റു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. പാലിയക്കര ടോൾ പിരിവ് തടഞ്ഞ ഹൈക്കോടതി ഉത്തരവിനെതിരെ ദേശീയ അതോറിറ്റി നൽകിയ ഹർജിയിൽ വിമർശനവുമായി സുപ്രീം കോടതി. ടോൾ നൽകിയിട്ടും ദേശീയപാത അതോറിറ്റി സേവനം നൽകുന്നില്ലെന്ന് സുപ്രീം കോടതി വിമർശിച്ചു. റോഡിന്റെ അവസ്ഥ മോശമായി തുടരുകയാണെന്നും കോടതി നിരീക്ഷിച്ചു. വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചേരുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ, രൂക്ഷ വിമർശനമാണ് സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് സുപ്രീം കോടതി വിമർശിച്ചത്? കൂടുതൽ വിശദാംശങ്ങൾ. അതിൽ തീർച്ചയായും ഹൈക്കോടതി ദേശീയപാതയിലെ പാലിയക്കര ടോൾ പ്ലാസയിലെ ടോള് 4 ആഴ്ചത്തേക്ക് നിർത്തിവെക്കണമെന്ന ഹൈക്കോടതി ഉത്തരവിനെതിരെയാണ് ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യ സുപ്രീം കോടതിയെ സമീപിച്ചത്. ഇതിൽ വലിയ വിമർശനമാണ് സുപ്രീം കോടതിക്ക് ഉണ്ടായിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനമായും പറയേണ്ട ഒരു കാര്യം. എന്തായാലും കോടതി വലിയ ഒരു വിമർശനമാണ് ദേശീയപാത അതോറിറ്റിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ വിമർശനം കോടതി പറയുന്നു എന്നത് തന്നെയാണ് എടുത്തു പറഞ്ഞ കാര്യം. പാലിയക്കര ടോൾ പിരിവ് കേസിൽ വലിയൊരു വിമർശനം NHAയ്ക്ക് ഉണ്ടായിരിക്കുന്നതാണ് പറയേണ്ടത്. റോഡ് മോശമാണെങ്കിൽ എങ്ങനെ ടോൾ പിരിക്കാനാകുമെന്നാണ് കോടതി ചോദിച്ചത്. കൂടാതെ റോഡുകളുടെ ദുരവസ്ഥ നേരിട്ട് ബോധ്യമുണ്ട് എന്ന് കോടതി അവിടെ വാക്കാൽ പരാമർശിക്കുന്നു. കൂടാതെ ചീഫ് ജസ്റ്റിസ് പറഞ്ഞ കാര്യമാണ്, ആംബുലൻസിന് പോലും പോകാൻ വയ്യാത്ത സാഹചര്യമാണ് അവിടെ ഉള്ളത്. ഈ NHAയും കരാറുകാരും തമ്മിലുള്ള പ്രശ്നത്തിന് എന്തിന് പൊതുജനം ബുദ്ധിമുട്ടണം എന്നൊരു കാര്യം കോടതി ചോദിക്കുന്നു. കൂടാതെ ഈ ടോൾ പിരിവ് വിലക്കിയ ആ ഒരു ഹൈക്കോടതി ഉത്തരവുണ്ടായിരുന്നു. 4 ആഴ്ചത്തേക്ക് ടോൾ പിരിവ് നിർത്തിവെക്കണമെന്ന ഹൈക്കോടതി ഉത്തരവുണ്ടായിരുന്നു. ആ ഉത്തരവിനെതിരെയാണ് NHA സുപ്രീം കോടതിയെ സമീപിച്ചത്. അതിലാണ് ഇപ്പോൾ രൂക്ഷ വിമർശനം സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ആംബുലൻസിന് പോലും പോകാനാകാത്തൊരു ബ്ലോക്കാണ് അവിടെ ഉള്ളത് എന്നതാണ് കോടതി നിരീക്ഷിച്ച ഒരു കാര്യം. എന്തായാലും വലിയ വിമർശനം അവിടെ ഉണ്ടായി എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം. കൂടാതെ ഈ NHAയും കരാറുകാരും തമ്മിലുള്ള വിഷയത്തിൽ എന്തിനാണ് പൊതുജനം ബുദ്ധിമുട്ടുന്നത് എന്നും കോടതി ചോദിക്കുന്നുണ്ട്. എന്തായാലും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. കൂടാതെ ബെഞ്ചിലെ മറ്റൊരംഗമായ ജസ്റ്റിസ് K വിനോദ് ചന്ദ്രൻ കാര്യങ്ങൾ നേരിട്ട് അറിവുണ്ടെന്നുള്ള കാര്യം കൂടി കോടതി പരാമർശിക്കുകയുണ്ടായി. കൂടാതെ ചീഫ് ജസ്റ്റിസും വാക്കാൽ പറഞ്ഞു, തനിക്കും അതുവഴി പോകാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്, ഈ അവസ്ഥ കൃത്യമായിട്ട് നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയ ഒരു കാര്യം. ടോൾ നൽകിയിട്ടും ദേശീയപാത അതോറിറ്റി സേവനം നൽകുന്നില്ലല്ലോ എന്നും കോടതി ചോദിച്ചു. സർവീസ് റോഡുകളും മെച്ചപ്പെടുത്തിയിട്ടില്ല. കൂടാതെ ആംബുലൻസിന് പോലും പോകാനാകാത്ത ഒരു ബ്ലോക്ക് അവിടെയുണ്ട്. അതോടൊപ്പം തന്നെ ഒരു മാധ്യമ വാർത്തയും കൂടി കോടതിയിൽ പരാമർശിക്കുന്ന സാഹചര്യമുണ്ടായി. പിതാവിൻ്റെ സംസ്കാര ചടങ്ങുകൾക്ക് പോയ വ്യക്തിക്ക് ബ്ലോക്ക് കാരണം സമയത്തെത്താൻ കഴിഞ്ഞില്ല എന്നൊരു മാധ്യമ വാർത്തയും കൂടി കോടതി ഈ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ കോടതിയിൽ പരാമർശിച്ചു. 4 ആഴ്ച കൊണ്ട് പരിഹാരം കാണാൻ നോക്കാതെ എന്തിനാണ് അപ്പീൽ നൽകി സമയം കളയുന്നതെന്നും കോടതി ചോദിക്കുകയുണ്ടായി. കൂടാതെ 2.8 കിലോമീറ്റർ നീളത്തിൽ മാത്രമാണ് ഈ ഗതാഗത പ്രശ്നമുള്ളതെന്നാണ് ദേശീയപാത അതോറിറ്റി കോടതിയിൽ പറഞ്ഞ കാര്യം. ഹൈക്കോടതി വിധിയിൽ പിഴവുണ്ടെന്നും ദേശീയപാത അതോറിറ്റി വാദിക്കുകയുണ്ടായി. എന്നാലും ഹർജി ഈ തിങ്കളാഴ്ചത്തേക്ക് പരിഗണിക്കാനായി മാറ്റിയിരിക്കുകയാണ്. എന്തായാലും ദേശീയപാത അതോറിറ്റിക്ക് വലിയൊരു വിമർശനമാണ് ഈ പാലിയക്കര ടോൾ പ്ലാസയുമായി ബന്ധപ്പെട്ട് ടോൾ പ്ലാസയിലെ ടോൾ നിർത്തിവെച്ചതുമായി ബന്ധപ്പെട്ടുള്ള ഹർജിയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സുപ്രീം കോടതിയിൽ നിന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസമാണ് 4 ആഴ്ചത്തേക്ക് ദേശീയപാത അതോറിറ്റി അവിടെ ടോൾ പിരിക്കുന്ന ഒരു നടപടി നിർത്തിവെക്കാൻ ദേശീയപാത അതോറിറ്റിയോട് നിർദ്ദേശിച്ചത്. വലിയ ബ്ലോക്ക് അവിടെയുണ്ട് എന്നൊരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നു. കൂടാതെ റോഡുകളുടെ അവസ്ഥ മോശം. ഇതെല്ലാം കൂടി വലിയൊരു വിമർശനം ഈ ദേശീയപാത അതോറിറ്റിക്കെതിരെ ഉയർന്നൊരു ഘട്ടം കൂടിയായിരുന്നു. എന്തായാലും ആ ഒരു നിർദ്ദേശത്തിന് പിന്നാലെ ഈ 4 ആഴ്ചത്തേക്ക് ആ ടോള് നിർത്തിവെക്കാനായി ദേശീയപാത അതോറിറ്റിയോട് കേരള ഹൈക്കോടതി നിർദ്ദേശിക്കുകയായിരുന്നു. കൂടാതെ ഗതാഗതക്കുരുക്ക് തടയുന്നതിൽ അന്ന് ഹൈക്കോടതി ദേശീയപാത അതോറിറ്റി വീഴ്ച വരുത്തിയെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ കഴിഞ്ഞ ആഴ്ച, അതായത് നേരത്തെ അതോറിറ്റി 3 ആഴ്ച സമയം തേടിയിരുന്നതാണ്. കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടണമെന്നും അന്ന് ഹൈക്കോടതി കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ അന്ന് നിർദ്ദേശിച്ചിരുന്നു. കൂടാതെ ആ രീതിയിൽ വലിയൊരു വിമർശനമെല്ലാം തന്നെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. ആ 4 ആഴ്ചത്തേക്ക് ടോൾ പിരിവ് നിർത്തിവെച്ച നടപടിക്കെതിരെ നൽകിയ അപ്പീലിലാണ് ഇപ്പോൾ സുപ്രീം കോടതിയും ദേശീയപാത അതോറിറ്റിക്കെതിരെ വലിയ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും ഈ ഹർജി തിങ്കളാഴ്ചത്തേക്ക് പരിഗണിക്കാനായി മാറ്റിയിരിക്കുകയാണ്. ആതിര. ശരി ഉണ്ണികൃഷ്ണൻ, പാലിക്കര ടോൾ പിരിവ് തടഞ്ഞ ഹൈക്കോടതി ഉത്തരവിനെതിരെ ദേശീയപാത അതോറിറ്റി നൽകിയ ഹർജിയിൽ വിമർശനവുമായി സുപ്രീം കോടതി. ടോൾ നൽകിയിട്ടും ദേശീയപാത അതോറിറ്റി സേവനം നൽകുന്നില്ലെന്ന് സുപ്രീം കോടതി വിമർശിച്ചു. റോഡിന്റെ അവസ്ഥ മോശമായി തുടരുകയാണെന്നും കോടതി നിരീക്ഷിച്ചു.